വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാലസഖിയിലെ 9ഉം 10ഉം അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. സുഹറ വന്നു. മജീദ് വന്നിട്ടുണ്ടെന്നറിഞ്ഞ് പ്രേമ പാരവശ്യത്തോടെ അവൾ ഓടിക്കിതച്ചു വന്നു. പക്ഷേ മജീദിന് കാണുവാൻ മനസ്സുണ്ടായില്ല. വല്ലാതെ പതറിപ്പോയിരുന്നു. മജീദിന് അനങ്ങുവാൻ കഴിഞ്ഞില്ല. ആകെ തളർന്നു പോയിരുന്നു. എവിടെ എന്നുള്ള സുഹ്റായുടെ ചോദ്യവും തോട്ടത്തിൽ എന്നുള്ള ഉമ്മായുടെ മറുപടിയും മജീദ് കേട്ടു. ഹൃദയം ദ്രുതഗതിയിൽ തുടിച്ചുകൊണ്ടിരുന്നു. അനക്കമില്ലാതെ മജീദ് ആ പഴയ കസാരയിൽ കിടന്നു. അന്തിവെയിലിൽ തോട്ടം മുങ്ങി നിൽക്കുകയായിരുന്നു. പൂക്കളിലേക്ക് വണ്ടുകൾ പാറിപ്പറന്നുകൊണ്ടിരുന്നു. സുഗന്ധവാഹിയായ ഇളങ്കാറ്റ് ഇലകളെ ചലിപ്പിച്ചുകൊണ്ടിരുന്നു. മജീദ് മഞ്ഞവെയിൽ മുങ്ങിയ പ്രതിമ പോലെ ചാരുകസേരയിൽ കിടക്കുകയാണ്. സുഹ്റായുടെ കാലച്ച അടുത്തു വന്നു. ഓ, പുതിയ തോട്ടം! സുഹ്റായുടെ ദുഃഖകരമായ ശബ്ദം പിന്നിൽ. മജീദിന്റെ ഹൃദയം വേദനിച്ചു. വെറും വേദനയല്ല, ഉറഞ്ഞ ഇല്ലിമുള്ളുകൾ തറഞ്ഞ് ഒടിഞ്ഞിരിക്കുന്നത് പോലെ ഹൃദയം വിങ്ങി വേദനിച്ചുകൊണ്ടിരിക്കുന്നു. പൊട്ടിക്കരയുവാൻ പോകുന്ന വിധത്തിൽ ഖിന്നയായി സുഹ്റ പതുക്കെ ചോദിച്ചു, എന്നെ അറിയുമോ? നിശബ്ദ പ്രപഞ്ചം. ഒന്നും പറയാൻ കഴിയുന്നില്ല. ഓർമ്മകൾ. മജീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ വീണ്ടും ചോദിച്ചു, എന്നോട് പിണക്കമായിരിക്കും. മജീദ് പതുക്കെ തിരിഞ്ഞു നോക്കി. ഹൃദയം പൊള്ളിപ്പോയി. സുഹ്റ ആകെ മാറിപ്പോയിരിക്കുന്നു. കവിളുകളൊട്ടി, കൈവിരലുകളുടെ ഏപ്പുകൾ മുഴച്ച്, നഖങ്ങൾ തേഞ്ഞ്, ആകെ വിളർത്ത്, കാതുകളിലെ കറുപ്പു നൂലുകൾ മുടികൊണ്ട് മറഞ്ഞ്, അങ്ങനെ അന്യോന്യം അവർ നോക്കി. വളരെ വളരെ സമയത്തേക്ക് ഒന്നും ആർക്കും പറയുവാൻ കഴിഞ്ഞില്ല. ക്രമേണ സൂര്യൻ മറഞ്ഞു. വ്യത്യാസങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇരുളെങ്ങും വ്യാപിച്ചു. ഒന്നും അവർ അറിഞ്ഞില്ല. ഗ്രാമത്തെ ആലിംഗനം ചെയ്യുന്ന നദിയുടെ ഇരുപിരിവുകളുടെയും ധവളിമയിൽ മുങ്ങിക്കൊണ്ട് പൂർണ്ണചന്ദ്രൻ കുന്നിൻ്റെ ഉച്ചിയിൽ നിന്നെത്തി നോക്കി. ഗ്രാമീണ നിശബ്ദതയെ ഭേദിച്ച് ഒരു പ്രേമഗാനം ദൂരത്തെവിടെയോ നിന്നും ഉയർന്നു. ഏതോ കാമുകൻ ഏതോ പ്രേമഭാചനത്തെ വിചാരിച്ച് ശോകമധുരിമയോടെ പാടി. താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയില് പങ്കിറെങ്കുള്ളോളെ, പൂമുഖം കണ്ടാമതിയോ പൂതി തീർക്കും കാലമായോ, കാമിനി അടുത്തു വന്നോ കാലദോഷം വന്നുപോയോ, താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ. അങ്ങനെ വീണ്ടും വീണ്ടും ആ അജ്ഞാത ഗായകൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ മജീദ് മന്ത്രിച്ചു, സുഹ്റ! ഭൂതകാലത്തിന്റെ ഹൃദയത്തിൽ നിന്നോണം അവൾ വിളി കേട്ടു. ഓ! മജീദ് ചോദിച്ചു, എന്തായിരുന്നു സുഖക്കേട്? അവൾ പറഞ്ഞു, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇത്രയ്ക്ക് ക്ഷീണിച്ചത്? സുഹ്റ അതിനുത്തരം പറഞ്ഞില്ല. സുദീർഘമായ നെടുവീർപ്പോടെ അവൾ പറഞ്ഞു, ഞാൻ മിനിയാന്ന് അറിഞ്ഞത് വന്ന വിവരം. തെല്ലുപരിഭവത്തോടെ മജീദ് ചോദിച്ചു, ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് കരുതിയത് അല്ലേ? എല്ലാവരും അങ്ങനെ വിചാരിച്ചു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു തിരിച്ചു വരുമെന്ന്. എന്നിട്ട് പിന്നെ അവരെല്ലാം നിശ്ചയിച്ചു. എൻ്റെ സമ്മതം ആരും ചോദിച്ചില്ല. ഉമ്മ തീ തിന്നുകയായിരുന്നു. എൻ്റെ പ്രായക്കാരെയൊക്കെ കെട്ടിച്ചിട്ട് 3ഉം 4ഉം പ്രസവിച്ചു. പൊന്നും സ്ത്രീധനവും കൊടുക്കാതെ എന്നെ ആരും, പൊന്നും സ്ത്രീധനവും വാങ്ങാതെ സുഹ്റായെ വിവാഹം ചെയ്യാൻ തയ്യാറുള്ള ഒരാൾ പോലുമില്ലെന്ന് സുഹ്റ അങ്ങ് വിശ്വസിച്ചുറച്ചു അല്ലേ? എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഒരു നിമിഷം പോലും മറന്നിട്ടില്ലായിരുന്നു. ഓരോ രാത്രിയും ഓരോ പകലും ഞാൻ ഓർത്തു കരയും. യാതൊരു അപകടവും ഒരു സുഖക്കേട് പോലും വരുത്താതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്നും എന്നും പ്രാർത്ഥിക്കും. ഞാൻ സുഹ്റായെ മറന്നു കളഞ്ഞു എന്നാണ് സുഹ്റ വിചാരിച്ചതല്ലേ? എന്നു ഞാൻ വിചാരിച്ചില്ല. എന്തേ എഴുത്തയക്കാഞ്ഞത്? അയച്ചില്ലെന്നു മാത്രം. പലപ്പോഴും എഴുതിയിട്ടുണ്ട്, അയച്ചില്ല. ഞാൻ ദിവസവും എഴുത്തു പ്രതീക്ഷിക്കും. ഇന്നു വരും നാളെ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു.
പിന്നെ ഈ വിവാഹം നടന്നത്? ഞാൻ പറഞ്ഞില്ലേ, എന്നോടാരും ചോദിച്ചില്ലെന്ന്. പിന്നെ ഞാനൊരു ഭാരമായി എത്ര നാൾ കഴിയും? ഞാൻ സ്ത്രീയല്ലേ. ഒടുവിൽ വീടും പുരയിടവും പണയം എഴുതിക്കൊടുത്ത് പൊന്നും മറ്റുമുണ്ടാക്കി കല്യാണം കഴിഞ്ഞു. എന്നിട്ട് ഇത്ര ക്ഷീണിച്ചു പോയത്? സുഹ്റ മിണ്ടിയില്ല. പറയൂ സുഹ്റ, ഇത്ര ക്ഷീണിച്ചത്? വിചാരം കൊണ്ട്. എന്തു വിചാരം? സുഹ്റ, ഓ പറയൂ. സുഹ്റ പൊട്ടിക്കരഞ്ഞു. എന്നിട്ടവൾ സാവധാനമായി അവളുടെ ഭർത്താവിനെ പറ്റി പറഞ്ഞു. വലിയ അരിശക്കാരനാണ്. അദ്ദേഹത്തിന് വേറെ ഒരു ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഞാൻ വീട്ടിൽ വന്ന് നിർബന്ധിച്ച് കണക്ക് പറഞ്ഞ് എൻ്റെ ഓഹരി വാങ്ങിക്കണമെന്ന് എന്നും പറയും. എനിക്ക് അനിയത്തിമാരില്ലേ, ഞാൻ എന്തു ചെയ്യും? ഞാൻ വിസമ്മതം പറഞ്ഞാൽ അപ്പോഴൊക്കെ എന്നെ അടിക്കും. ഒരിക്കൽ എൻ്റെ നാഭിക്ക് തൊഴിച്ചു. ഞാൻ കമിഴ്ന്നടിച്ച് വീണുപോയി. അന്ന് എൻ്റെ പല്ലടർന്നതാ ദേ. അവൾ വായി പൊളിച്ചു. ആ വെണ്മയ്ക്കിടയിൽ ഒരു കറുത്ത വിടവ്. സുഹ്റ, ഓ എന്നിട്ട്? ഞാൻ അവിടെ ചെന്നിട്ട് ഇതേവരെ പശിയടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല. ഒരു നിമിഷ നേരമെങ്കിലും മനസ്സമാധാനം അനുഭവിച്ചിട്ടില്ല. ഞാനൊരു ഭാര്യയല്ല, വേലക്കാരി. കൂലിക്ക് ഞാൻ തൊണ്ട് തല്ലിക്കൊടുത്ത് പണമുണ്ടാക്കണം. കുറഞ്ഞാൽ എന്നെ തല്ലും, ഒന്നും തരികയില്ല. ഞാൻ പുറത്തായിരുന്നപ്പോൾ അടുപ്പിച്ച് 4 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. അങ്ങനെ സുഹ്റ പറഞ്ഞു തുടങ്ങി. അവൾക്ക് വളരെ പറയുവാനുണ്ട്, ഒരുപാട് രഹസ്യങ്ങളുമുണ്ട്. അവളുടെ ഹൃദയത്തിൽ പലപ്പോഴും മരിക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരൊറ്റ ആശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വന്നൊന്ന് കണ്ടിട്ടു മരിക്കാൻ. മരണത്തെപ്പറ്റി അങ്ങനെ ചിന്തിച്ചു മനസ്സ് വിഷമിപ്പിക്കേണ്ട. ഇനിയുമുണ്ട് അങ്ങോട്ട് ദീർഘമായ ജീവിതം. ശോഭനമായ ഭാവിയുണ്ടെന്ന് വിശ്വസിക്കൂ എന്ന് മജീദ് പറഞ്ഞപ്പോൾ സുഹ്റ നെടുവീർപ്പിട്ടു. അവൾ കസേരയുടെ മുൻപിൽ മജീദിന്റെ പാദങ്ങൾക്കടുത്ത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ വളരെ സമയത്തേക്ക് രണ്ടുപേരും ഒന്നും പറയാതെ നിലാവിൽ മുങ്ങിയ ലോകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ മജീദ് പറഞ്ഞു, സുഹ്റ, പോയി ഊണ് കഴിച്ച് മനസമാധാനത്തോടെ ഉറങ്ങൂ. നാളെ കാണാം. എനിക്ക് തീരെ ആവതില്ല. സുഹ്റ എണീറ്റു. അത്രയ്ക്ക് ക്ഷീണമോ? മജീദും എണീറ്റു. സുഹ്റ പറഞ്ഞു, മനസ്സിന്റെ വിഷമം. മനസ്സ് വിഷമിക്കണ്ട, പോയി സുഖമായി ഉറങ്ങൂ. നാളെ വല്ലയിടത്തും പോകുന്നുണ്ടോ? ഇല്ല, ഞാൻ കാലത്തെ വരും. സുഹ്റ നടന്നു. മജീദ് പറഞ്ഞു, ആ. നിലാവെളിച്ചത്തിൽ മുങ്ങിയ തെങ്ങുകളുടെ ഇടയിലൂടെ അവൾ പോകുന്നതും നോക്കിക്കൊണ്ട് മജീദ് വീണ്ടും ചാരുകസേരയിലിരുന്നു. സമയം പോയതറിഞ്ഞില്ല. കയ്യിൽ മണ്ണെണ്ണ വിളക്കുമായി ഉമ്മ വന്നു. മജീദ് മയങ്ങിക്കിടക്കുന്നത് കണ്ട് ആ വാത്സല്യ മാതാവ് ചോദിച്ചു, നീ എന്താ മോനെ ഇങ്ങനെ തരിച്ചിരിക്കണത്? ഓ ഒന്നുമില്ല മോനെ, ആ സുഹ്റയുടെ കോലം കണ്ടോ? കിളി പോലെ ഇരുന്ന പെണ്ണ. എല്ലാം റബ്ബിന്റെ ബേണ്ടിയ. അവളെ അങ്ങനെ ആക്കി തീർത്തതാര്? മജീദിന് കോപവും വ്യസനവും വന്നു. മോനെ, വന്നു വല്ലതും കഴിച്ചു കേടാ. നീയൊന്നും വിചാരിച്ച് സങ്കടപ്പെടണ്ട. എല്ലാം പടച്ചോൻ നേരെയാക്കും. മജീദ് അന്ന് രാത്രി ഉറങ്ങിയില്ല. സുഹ്റായും അന്ന് രാത്രി ഉറങ്ങിയില്ല. പറമ്പുകളും തോടും അവരുടെ ഇടയിലുണ്ട്. 2 ഭിത്തികളും അവരുടെ ഇടയിലുണ്ട്. എങ്കിലും അവർ ഉറങ്ങിയില്ല. ഭാവിയെപ്പറ്റിയുള്ള ചിന്തയായിരുന്നു. ഭാവി. സുഹ്റായുടെ ഭാവം പെട്ടെന്ന് മാറിപ്പോയി. ഉള്ളിലൊരു പുതിയ വെളിച്ചം, മുഖത്ത് രക്തപ്രസാദവും, കണ്ണുകൾക്ക് തിളക്കവും. ചുരുണ്ട മുടി നടുവേ വകഞ്ഞ് ചെവി മൂടി ഭംഗിയായി കെട്ടിവെച്ചവൾ നടക്കും. അയൽപക്കങ്ങളിലെ സ്ത്രീകൾ അത്ഭുതപ്പെടും. സുഹ്റ വന്നേലും നന്നായിട്ടുണ്ട്. ഇനിയിപ്പ അങ്ങോട്ട് ചെന്നാ കെട്ടിയോൻ ആളറിയേല. കെട്ടിയവൻ അവൾ എപ്പോഴും മജീദിന്റെ വീട്ടിലാണ്. ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കാര്യത്തിൽ അവളും ശ്രദ്ധിച്ചു വന്നു. മജീദിന്റെ സഹോദരികൾ പറയും, ഈ ചെടികളൊക്കെ വളർത്തിയത് ഞങ്ങള് വെള്ളമൊഴിച്ചാ. സുഹ്റ ആ ചെമ്പരത്തിയെപ്പറ്റി ചോദിക്കും. ഇത് പണ്ടു മുതൽക്കേ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ? സുഹ്റ അതിനെ എതിർക്കുകയില്ല. പണ്ട് മുതൽക്കേ എല്ലാം ഉണ്ടായിരുന്നതാണല്ലോ. പണ്ട് ഒരു ദിവസം മജീദ് അവളോട് ചോദിച്ചു, സുഹ്റ ഇനി എന്നു പോകും? അവൾക്ക് മനസ്സിലായില്ല. അവൾ അത്ഭുതത്തോടെ ചോദിച്ചു, എവിടെ? ഭർത്താവിന്റെ വീട്ടിലേക്ക്. ഓ. അവളുടെ മുഖം ചെറുതായി. അദ്ദേഹം എന്നെയല്ല വിവാഹം ചെയ്തത്,
പിന്നെ അവൾ പറഞ്ഞു, ഞാൻ കൊണ്ടുചെന്ന സ്വർണപ്പണ്ടങ്ങളെയും എനിക്കുള്ള ഓഹരിയെയും. അതിൽ സ്വർണ ഉരുപ്പടികളൊക്കെ അദ്ദേഹം വിറ്റു തിന്നു. ഇനിയുള്ളത് ഓഹരിയാണ്. അത് കിട്ടാൻ വഴിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കുറെ കഴിഞ്ഞ് വളരെ പതുക്കെ, പിന്നെ എന്നെ കാണുന്നതും മറ്റും നാട്ടിലുള്ളവർക്കൊക്കെ വിരോധമാണെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാം. അങ്ങനെയൊരു പൊതുജനാഭിപ്രായമുണ്ടോ? ഉണ്ടെന്നാണ് തോന്നുന്നത്. അവൾ ഒരു റോസാപ്പൂ വീർത്ത് മണത്തിട്ട് മുടിക്കെട്ടിൽ തിരുകി. മജീദ് പറഞ്ഞു, ആ ചെമ്പരത്തിപ്പൂവായിരുന്നു കൂടുതൽ യോജിപ്പ്. അത് കേട്ട് സുഹ്റ ചിരിച്ചു. എങ്കിലും അവളുടെ മുഖത്ത് വിഷാദഭാവം വന്നു. ഈ ചെമ്പരത്തി ഓർമ്മയുണ്ടോ? കുറെ കഴിഞ്ഞ് അവൾ ചോദിച്ചു. മജീദ് പറഞ്ഞു, കേട്ടിട്ടുണ്ട്. എങ്കിൽ ഉമ്മിണി വലിയ ഒന്നിനെ പറ്റിയും കേട്ടു കാണുമല്ലോ? ഉവ്വ്, രാജകുമാരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉമ്മിണി വലിയ ഒന്ന്. അവർ വളരെ അടുത്തുവെങ്കിലും മജീദിന്റെ ജീവിതത്തിലെ കുറെ വർഷങ്ങളെപ്പറ്റി അവളൊന്നും അറിയുകയുണ്ടായില്ല. ആ രഹസ്യങ്ങളിലേക്ക് അവൾക്ക് ചുഴിഞ്ഞിറങ്ങണം, എല്ലാം അറിയണം. പരിചിതരായ ഓരോ സ്ത്രീ പുരുഷന്മാരെ പറ്റിയും സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സുഹ്റ ചോദിക്കും, അവൾക്ക് എത്ര വയസ്സുണ്ട്? നിറം എന്താണ്? സുന്ദരിയാണോ? അവളെപ്പറ്റി കൂടെ കൂടെ ഓർക്കാറുണ്ടോ? മജീദ് എല്ലാറ്റിനും സമാധാനം പറയും. എന്നാലും അവൾക്ക് തൃപ്തിയാവുകയില്ല. മജീദ് ഇനിയും പറയാത്തതായിട്ട് ചിലതില്ലേ? എന്നോട് സത്യമേ പറയാവൂ കേട്ടോ. മജീദ് ചിരിച്ചുകൊണ്ട് പറയും, എന്തൊരു പെണ്ണ് ചെറുക്കാ. അവൾ പുരികക്കൊടികൾ വളയ്ക്കും, എന്നിട്ട് നുള്ളാനായും, തുടർന്ന് മന്ദഹസിക്കും. വെളുത്തു ഭംഗിയുള്ള ചെറിയ പല്ലുകളുടെ ഇടയ്ക്കുള്ള കറുത്ത വിടവ്, തേഞ്ഞുപോയ കൈനഖങ്ങൾ, നുള്ളാൻ മുതിരുന്ന ആ പഴയ ഭാവം, മജീദിന്റെ ഹൃദയത്തെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന നേരിയ തൊലിയിൽ അരമുള്ള സാധനം കൊണ്ട് ശക്തിയായി ഉരയ്ക്കുന്നതുപോലെ. ഈ മജീദും സുഹ്റായും തമ്മിൽ എന്താണ്? അയൽപ്പക്കക്കാർക്കറിയണം. ആ പെണ്ണെന്താ കെട്ടിയോന്റെ വീട്ടിൽ പോകാത്തത്? എന്നാലും ഇതൊക്കെ പഠിച്ചോന് നിരക്കുവോ? മജീദും സുഹ്റായും തമ്മിൽ സംസാരിക്കുന്നത് സദാചാര വിരുദ്ധം. ആകാശം ഇടിഞ്ഞു വീണു പോകിയില്ലേ? അവിടെ കെട്ടിയോനൊന്ന് തൊയ്ച്ചാൽ എന്താ? ഒരിക്കൽ തല്ലിയപ്പ പല്ലുപോയായിരിക്കും, എന്നാലും കെട്ടിയോനല്ലേ? സുഹ്റ, മജീദ് ഒരു ദിവസം പറഞ്ഞു, നമ്മെപ്പറ്റി അയൽപ്പക്കക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ ചോദിച്ചു, അതിന്? ഒന്നുമില്ല. സുഹ്റ സൂക്ഷിക്കണം, സ്ത്രീയാണ്. പേരിന് കളങ്കം പറ്റാതെ. ഓ, കളങ്കം പറ്റട്ടെ, എൻ്റെ ആത്മാവിനു കൂടി കളങ്കം പറ്റട്ടെ, മറ്റെങ്ങൊന്നുമല്ലല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മജീദിന് ഉടനെ എന്തെങ്കിലും പറയണമെന്ന് തോന്നി. സുഹ്റായെ സംബന്ധിച്ചുള്ള അവസാന തീർപ്പാണ്. പക്ഷെ എങ്ങനെ പറയും? സുഹ്റായ്ക്ക് കൊടുക്കുവാൻ വല്ലതുമുണ്ടോ? വീടില്ല, സമ്പത്തില്ല, എങ്കിലും ആരോഗ്യമുണ്ട്. മജീദ് പറഞ്ഞു, സുഹ്റ, ഇനി ഭർത്താവിന്റെ വീട്ടിൽ പോകേണ്ട. ഇല്ല. മജീദ് ഉമ്മയോട് വിവരം പറഞ്ഞു. വളരെ സമയത്തേക്ക് അവർ മറുപടിയൊന്നും പറഞ്ഞില്ല. എങ്കിലും ഒടുവിൽ ഉമ്മ അറിയിച്ചു, മജീദ് സുഹ്റയെ വിവാഹം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ മജീദിന്റെ 2 സഹോദരികൾ പ്രായമായിരിക്കുന്നില്ലേ? ഞമ്മക്ക് വകയൊന്നും ഇല്ലാതായി. എങ്കിലും മാനവും മര്യാദയും നോക്കണ്ടേ? എൻ്റെ മോൻ എവിടെയെങ്കിലും പോയി പൊന്നും ആളും ഉണ്ടാക്കണം. സ്ത്രീധനം കൊടുക്കാനുള്ള വകയിൽ ഈ പെമ്പിള്ളേര് 2നെയും വല്ലേരിക്കും പിടിച്ചു കൊടുത്തിട്ട് എൻ്റെ മോനും കെട്ടാം. ആളുണ്ടാക്കിയാൽ പോരാ, പൊന്നും സ്ത്രീധനം കൊടുക്കാനുള്ള വകയും കൂടി ഉണ്ടാക്കണം. മജീദ് ചോദിച്ചു, സ്ത്രീധനം കൊടുക്കാതെ ആരും വിവാഹം ചെയ്യുകയില്ലേ? ആര് ചെയ്യാനാ മോനെ? അല്ലേ പിന്നെ വല്ല ചുമട്ടുകാരനോ മാർക്കം കൂടിയോനോ ഉണ്ടാകും. ഞമ്മക്കതു മതിയോ? കാതിലും കൈത്തേലും അരയിലുമെങ്കിലും പൊന്നിട്ടു കൊടുക്കണം. മജീദിന്റെ സഹോദരികളുടെ 4 കാതുകളിലും കൂടി 42 തുളകളുണ്ട്. അതൊക്കെ എന്തിനു കുത്തിത്തുളച്ചു? കഴുത്തിലും അരയിലുമൊന്നും സ്വർണമിട്ടില്ലെങ്കിൽ എന്ത്? സ്ത്രീധന ഏർപ്പാട് തന്നെ ഇല്ലായിരുന്നുവെങ്കിൽ, ഉമ്മ, ഈ കാതുകുത്തും മറ്റും ഇല്ലായിരുന്നെങ്കിൽ, നമ്മുടെ സമുദായത്തിന് മാത്രം എന്തിനാണ് ഈ വൃത്തികെട്ട ഏർപ്പാടുകൾ? വൃത്തികെട്ട വസ്ത്രധാരണവും വൃത്തികെട്ട ആഭരണങ്ങളും. ഉമ്മായും ബാപ്പായും ഒന്നും മിണ്ടിയില്ല. തുടർന്ന് മജീദ് ചോദിച്ചതുമില്ല, എന്തിനവരെ കുറ്റപ്പെടുത്തുന്നു? ആ തലമുറയുടെ ആചാരമര്യാദയനുസരിച്ച് അവരത് ചെയ്തു. ആവശ്യമോ അനാവശ്യമോ എന്ന് അവരാരും ചിന്തിച്ചു നോക്കിയില്ല.
പഴയ ആചാരങ്ങളിൽ നിന്ന് അണുപോലും വ്യത്യാസം വരുത്തുക അത് വിഷമമാണ്. എന്നാൽ അതിനുവേണ്ട ചുറ്റുപാടുകൾ എവിടെ? മജീദിന് രാത്രി ഉറക്കമില്ലെന്നായി. ചിന്തയാണ് എപ്പോഴും. സഹോദരികളെ ആർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കണം. യൗവനത്തിന്റെ തീക്ഷ്ണതയിലാണവർ. ആശയും ആഗ്രഹങ്ങളുമുണ്ട്. ഉടുക്കാൻ വസ്ത്രങ്ങളില്ല. ആഹാരത്തിനും ബലഹീനങ്ങളായ ചില നിമിഷങ്ങളുണ്ടല്ലോ. അബദ്ധത്തിലേക്കെങ്ങാൻ ഒരടി വെച്ചുപോയാൽ മജീദ് അസ്വസ്ഥനായി തീർന്നു. എന്തൊക്കെയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വീടിന്റെ കടം തീർക്കണം, സഹോദരികളെ വിവാഹം ചെയ്തു കൊടുക്കണം, മാതാപിതാക്കൾക്ക് സന്തോഷമുളവാക്കുന്ന സംഗതികൾ ചെയ്യണം. അവർ വൃദ്ധരാണ്. മരണം ഏതു നിമിഷത്തിൽ എന്നറിഞ്ഞില്ല. അവരുടെ ജീവിതം സുഖകരമാക്കി തീർക്കണം. സുഹ്റായെ വിവാഹം ചെയ്യണം. പിന്നെ അവളുടെ സഹോദരിമാരുണ്ട്, മാതാവുണ്ട്. അവർക്കും എന്തെങ്കിലും ചെയ്യണം. പക്ഷേ എന്താണ് ചെയ്യുക? എല്ലാറ്റിനും പണം വേണം. എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ തുടർന്ന് പ്രവർത്തിക്കുവാൻ കഴിയും. എന്നാൽ ഒന്ന് തുടങ്ങുവാനാണ് വിഷമം. കയ്യിൽ കാശില്ലാതെ, സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെയും ഈ ലോകത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ലേ? ചിന്തയാണ്. എന്തു ചെയ്യും? ഒരു ദിവസം ഉമ്മ ഒരറിവ് പറഞ്ഞു കൊടുത്തു. ദൂരെയുള്ള പട്ടണങ്ങളിൽ ഉദാരശീലന്മാരായ മുസ്ലിം ധനികന്മാരുണ്ട്. അവർ സമുദായത്തിന്റെ ഉത്കർഷത്തിനു വേണ്ടി പലതും ചെയ്യുന്നു. അശരണരായ യുവതികളെ വിവാഹം ചെയ്തു കൊടുക്കുക, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് സ്കൂളുകൾ ഏർപ്പെടുത്തുക, അഗതികളെയും അംഗഭംഗം വന്നവരെയും സംരക്ഷിക്കുന്നതിന് ആതുരാലയങ്ങൾ സ്ഥാപിക്കുക. അങ്ങനെ പലതും അവർ ചെയ്യുന്നതായി ഉമ്മ പറഞ്ഞു. മോനെ, ഞമ്മടെ കാര്യം അവരറിഞ്ഞാ മതി. ബാക്കിയൊക്കെ അവര് ചെയ്യും. എനിക്ക് നല്ല തീർച്ചയുണ്ട്. ആ പക്കീറൻ എല്ലാം പറഞ്ഞ് നാട് ചുറ്റുന്ന ഏതോ മുസ്ലിം യാചകൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. മറുനാട്ടിലുള്ള മുസ്ലിം ധനികരൊക്കെ വളരെ ഉദാരശീലരാണ്. ഉമ്മയ്ക്കതിൽ പരിപൂർണ വിശ്വാസമുണ്ട്. ആയ കാലത്ത് ഉമ്മ പലർക്കും സഹായം ചെയ്തു. കഴിവിൽ കവിഞ്ഞു തന്നെ ബാപ്പായും. ഇല്ലാത്ത കഷ്ടപ്പാടുകൾ പറഞ്ഞ് രണ്ടുപേരെയും പലരും പലപ്പോഴായി പറ്റിച്ചിട്ടുമുണ്ട്. ഉമ്മ അത് മനസ്സിലാക്കിയിട്ടില്ല. കളവ് പറയുന്നവരും സത്യം പറയുന്നവരുമുണ്ടല്ലോ. സഹായം അഭ്യർത്ഥിക്കുമ്പോൾ മജീദിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ആരെയും ആശ്രയിക്കാതെ പണം സമ്പാദിക്കുവാൻ എന്തു വഴി? മജീദ് തലപുകഞ്ഞാലോചിച്ചു. എന്തു തൊഴിൽ ചെയ്യും? കിട്ടിയിടത്തോളം വിദ്യാഭ്യാസവും ലോകപരിചയവും കൊണ്ട് ആശങ്കയോടെ മജീദ് യാത്രയ്ക്കൊരുങ്ങി. ഉണ്ടായിരുന്ന ഉണ്ടപ്പണ്ടികൾ വിറ്റ് ബാപ്പ കാശുണ്ടാക്കി കൊണ്ടു കൊടുത്തു. ഞാൻ പോയിട്ട് വേഗം വരാം. മജീദ് സുഹ്റായോട് വിവരമെല്ലാം പറഞ്ഞു. ഞാൻ എല്ലാവരെയും സുഹ്റായെ ഭരമേൽപ്പിക്കുന്നു. വരുന്നതുവരെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. സുഹ്റ ഭരമേറ്റു. മജീദ് ദൃഢമായ ഒരു ഉദ്ദേശത്തോടെ ഇറങ്ങിത്തിരിച്ചു. ഒരു സായാഹ്നത്തിൽ പടിഞ്ഞാറേ ചക്രവാളപരിധിയിൽ തങ്കമേഘങ്ങൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. മജീദിന്റെ പെട്ടിയും കിടക്കിയും എടുത്തുകൊണ്ട് ഒരു പയ്യൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. മജീദ് എല്ലാവരോടും യാത്ര പറഞ്ഞു. ബാപ്പ അറിയിച്ചു, എൻ്റെ കണ്ണറിയാൻ മേല. വെള്ളെഴുത്തിന്റെ ഒരു കണ്ണാടി മേടിച്ചോണ്ട് വരുവോ? ഇല്ല. കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മജീദ് മുറിയിലേക്ക് ചെന്നു. നിറഞ്ഞ നയനങ്ങളോടെ സുഹ്റ ജനാലയുടെ അടുത്ത് ഉത്കണ്ഠയോടെ നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് പറയട്ടെ, അവൾ പറഞ്ഞു. മജീദ് മന്ദഹസിച്ചു. പറയൂ രാജകുമാരി, പറയൂ. പിന്നെ അവൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ബസിന്റെ ഹോൺ തുരുതുരെ കേട്ടു. ഉമ്മ മുറിവാതിക്കൽ വന്നു. മോനെ, വേഗം ചെല്ല്, വണ്ടി പോകും. മജീദ് ഇറങ്ങാൻ ഭാവിച്ചു. സുഹ്റായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മജീദ് ചോദിച്ചു, ഞാൻ പോയി വരട്ടെ? അവൾ ശിരസ്സു കുനിച്ച് അനുമതി കൊടുത്തു. അജ്ഞാതമായ ഭാവിയിലേക്ക് മജീദ് ഇറങ്ങി. പടിക്കൽ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട സുഹ്റായുടെയും വീടിന്റെയും ചിത്രം ഹൃദയത്തിൽ നിന്നൊരിക്കലും മാഞ്ഞു പോകാത്ത ഒന്നായിരുന്നു. ആഗ്രഹങ്ങൾ, കടമകൾ മജീദിനെ ധീരതയോടെ മുന്നോട്ട് നയിച്ചു.